പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരള സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി അവസരത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സർക്കാർ മേഖലയിൽ ഒരു മികച്ച അവസരം തേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു വലിയൊരു അവസരമാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുവാണ്. ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു തസ്തികയിൽ നിന്നും ശമ്പളമായി ലഭിക്കുന്നത് 70,000 രൂപയാണ്. ഈ ഒരു തസ്തികയുടെ വിശദവിവരത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, അപേക്ഷിക്കേണ്ട അവസാന തീയതി തുടങ്ങിയ വിശദ വിവരങ്ങൾ കാണാം. കേരള സർക്കാരിന്റെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 19 വൈകിട്ട് 5 മണി വരെയാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. SLRD സീനിയർ ഹാർഡ്വെയർ സപ്പോർട്ട് എഞ്ചിനീയർ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ആവശ്യമാണ്. MCSE അല്ലെങ്കിൽ റെഡ് ഹാറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. കൂടാതെ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. അതിൽ കുറഞ്ഞത് 2 വർഷം യുണിക്സ് അല്ലെങ്കിൽ ലീനക്സ് അടിസ്ഥാനമാക്കിയ എൻവറോൺമെന്റുകളിൽ ഇൻസ്റ്റാളൈസേഷൻ, കോൺഫിഗറേഷൻ, ട്രബിൾ ഷൂട്ടിംഗ് മേഖലയിൽ പരിചയമുണ്ടായിരിക്കണം. അപ്ലിക്കേഷൻ സ്റ്റാക്സ് അഡ്മിനിസ്ട്രേഷൻ, പെർഫോമൻസ് ട്യൂണിംഗ്, വെർച്വലൈസേഷൻ, കോണ്ടനറൈസേഷൻ, നെറ്റ്വർക്ക് മോണിറ്ററിംഗ് സിസ്റ്റംസ് എന്നിവയിൽ പരിചയം വേണം. OSI മോഡൽ, TCP അല്ലെങ്കിൽ IP നെറ്റ്വർക്കിംഗ് എന്നിവയിൽ നല്ല അറിവും ആവശ്യമാണ്. ടാബ് ലൈബ്രറി ബാക്കപ്പ് സംവിധാനങ്ങളിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പരമാവധി 45 വയസ്സാണ്. പ്രായവും എക്സ്പീരിയൻസും 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയായിരിക്കും കണക്കാക്കുന്നത്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 2026 ഫെബ്രുവരി 19 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ SLRD നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതോടൊപ്പം ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്ക് ലഭ്യമാണ്. ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം. സ്ക്രീനിംഗ്, എഴുത്ത് പരീക്ഷ, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവയിൽ ഏതെങ്കിലും ഒരു മെത്തേഡോ ഒന്നിൽ കൂടുതൽ മെത്തേഡോ യൂസ് ചെയ്തായിരിക്കും ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. ഏത് രീതിയിലുള്ള സെലക്ഷൻ മെത്തേഡ് വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം CMDക്കും SLRDക്കുമായിരിക്കും എന്ന വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദവിവരങ്ങളും എല്ലാം CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് അഡ്രസ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 19 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഒരു ഇൻഫർമേഷൻ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ന്യൂ ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.